ഓ ഗായ്സ്, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണ്ണീക്കുകയാണ്. കണ്ണ് തുറ. കഞ്ചാവ് ചെടിയല്ലേ ഞാൻ ഈ കണ്ടേക്കുന്ന. യൂസ് ട്രിമ്മർ ടു ഹാർവെസ്റ്റ്. ഇത് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? പ്ലാന്റ് ട്രിമ്മർ, വെള്ളം രണ്ടും ഉണ്ടല്ലോ. ഓ വെട്ടി 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 എന്നാ വെട്ട് എല്ലാം വെട്ടിയെടുത്തു. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കണം. ആദ്യം വെള്ളം നിറയ്ക്കാതെ എങ്ങനെ വെള്ളം ഒഴിക്കുന്നേ? കേറ്റങ്ങോട്ട്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഓരോ പോയിന്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. ഇത് പ്രൊഫഷണലാണ് നമ്മള്. ഓക്കെ സെറ്റ്. വെള്ളം ഒഴിച്ച് വെട്ടുകയും ചെയ്ത വെട്ടിയ സാധനം കയ്യിലുണ്ട്. ഇനി എന്ത് ചെയ്യണ്ട? പാക്കേജ്. പ്രശ്നമാണല്ലോടാ ഇത്. പ്രോഡക്റ്റ് അങ്ങോട്ട് വെക്കുന്നു, പാക്ക് ചെയ്യുന്നു. എടുത്താത്തോട്ടിട്. പാക്ക് എന്നാ കൊണ്ടുപോ. ഓക്കെ, അപ്പൊ കിട്ടിയ സാധനം എല്ലാം കൂടെ പാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. സാധനം വേറൊന്നുമല്ല, മനസ്സിലായല്ലോ എന്തോന്ന്. ആ പാക്ക് എടുത്ത് നമ്മൾ ഇങ്ങോട്ട് വെച്ച്. ഓക്കെ സെറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ട? റെസ്പോണ്ട് യുവർ കസ്റ്റമർ ഇൻ ദ മെസ്സേജ് ആപ്പ്. മെസ്സേജ് ആപ്പ് ഫോൺ അങ്ങനെ എടുക്കുന്നത്? ഓ ഇവിടെ ഓപ്പൺ ചെയ്യാറില്ലേ? ഇതായാലും പെണ്ണുപോള. ഹായ് അമ്മച്ചി. അങ്കിളാണോ? സോറി അങ്കിളെ. ഗുഡ് മോർണിംഗ്. കം ടോക്ക് ടു മീ ആഫ്റ്റർ യു ഹാവ് ഗോട്ട് എവറിത്തിങ് ഡൺ ഇൻ ദ ആർമി. അത് ശരി, ഇപ്പൊ സംസാരിക്കണ്ട, നീ പോയി ആദ്യം നിന്റെ പണി ചെയ്ത് തീർക്കാൻ. ഓക്കെ, ഫോൺ എടുത്ത് മെസ്സേജ്. ഹലോ, ഐ ആം ആഫ്റ്റർ ടു ജോലി. ക്യാൻ ഐ പേ ഫോർ ഇറ്റ്? യെപ്പ്. ഇപ്പൊ സമയത്തായി. ഗ്രേറ്റ്, ഐ വിൽ മീറ്റ് ബിഹൈൻഡ് ദ ഗ്യാസ് സ്റ്റേഷൻ ബിറ്റ്വീൻ 6 AM. ഓക്കെ, 3 ഡീലേഴ്സിന് മെസ്സേജ് ഇട്ടുണ്ട്. ടോക്ക് ടു ദ അങ്കിൾ. ഇനിയാണ് ഇവനോട് സംസാരിക്കേണ്ടത്, മനസ്സിലായ? അങ്കിളെ, മോർണിംഗ് ബഡി. ഹെഡിങ് ടൗൺ ഫോർ സം ഡീൽസ്. യു മൈൻഡ് ഗ്രാബിംഗ് സംതിങ് ഫോർ മീ? അപ്പച്ചനെ എന്താണ് ഈ കൊച്ചു പ്രായത്തില്? ടേക്ക് മൈ ട്രക്ക്. ധൈര്യമായിട്ട് ട്രക്കൊക്കെ എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ട്രക്കിൽ കയറാം. ഓക്കെ ഗൈസ്. ഒക്കെ അടിച്ച് ഇപ്പം ഡീലറിനെ കാണാൻ പോവാണ് ഗൈസ്. സോറി, തിരിഞ്ഞുപോയി. നമ്മളാണല്ലോ ഡീലർ, തിരിഞ്ഞുപോയി. നമ്മൾ കസ്റ്റമേഴ്സിനെ കാണാൻ പോവാണ് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുത്തൻ്റെ പേര് ഡോങ്, ഒരുത്തൻ്റെ പേര് ജോയ്, ഒരുത്തൻ്റെ പേര് അണ്ടി. സൂപ്പർ പേര് അണ്ടി. ആൻറ്റി എന്നാണ് കേട്ടോ. എവിടെയാടാ ഇത്? എത്ര ആയില്ലല്ലോടാ. പിന്നെ ഇത് ഗ്യാസ് സ്റ്റേഷന്റെ ബാക്കിൽ ഏതോ ഒരുത്തം നിൽക്കുമെന്ന് പറഞ്ഞല്ലോ. ഗ്യാസ് സ്റ്റേഷൻ ഇതല്ലേ? ഓക്കെ, ഇവിടെ ഏതോ ഒരുത്തം നിൽക്കുമെന്ന് പറഞ്ഞായിരുന്നു. കള്ള ഇവിടെ നിൽക്കല്ലേ. 2 എണ്ണമാണ് വേണ്ടത്. ഓക്കെ, 2 എണ്ണം എടുത്ത് ഇവന് കൊടുത്തു. ഡൺ, താങ്ക് യു. $60 പയ്യൻ തന്നു. നടക്കട്ടെ. എന്താന്ന് വെച്ചാൽ ബ്ലൂ ഹൗസ് പറഞ്ഞായിരുന്നു ഒരുത്തൻ. നീല വീട്. അതിനി എവിടാന്ന് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ വരുന്നത് ബിഹൈൻഡ് പൗൺ ഷോപ്പ്. വണ്ടിയും തിരിഞ്ഞോടെ നീല വീട് ഞാൻ കണ്ടു. ഓ സോറി, ചെറിയ വണ്ടിയൊക്കെ ചിലപ്പോൾ ഇടിച്ചെന്നൊക്കെ ആയിരിക്കും. അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പയ്യനുണ്ട് കേട്ടോ. ബ്രേക്കൊക്കെ പിന്നെ പിടിക്കാം. അച്ഛനെ, ഡോഗല്ലേ? നിനക്ക് എത്ര എണ്ണടാ വേണ്ടേ? 2 എണ്ണം അല്ലേ? എന്നാ പിടി. പൈസ സാധനം കിട്ടില്ല, എന്നാ വിട്ടോ. ഞാൻ അടുത്തവനെ കൂടെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. 100% സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അമ്മമാർക്കൊക്കെ നമ്മളോട്. എന്താ വേണം ഇനി? ദൈവമേ, പോലീസ് സ്റ്റേഷൻ തന്നെ എടുത്തുണ്ട്. എന്നിട്ടാണ് ഇമാരുടെയൊക്കെ ധൈര്യം കണ്ടോ? പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് വെച്ചാണ് അവനൊക്കെ ഡീൽ ഉണ്ടാക്കുന്നത്. ബ്ലഡി ഫൂൾസ്. നെൽസൺ തല്ലേ. ഇവന്റെ കണ്ണ് കണ്ടറിയ ഇവൻ തന്നെ ആള്. മച്ചാനല്ലേ ആള് അല്ലേ? എടാ, ഇവിടെ ഉള്ളവന്മാരല്ലേ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? കഞ്ചാവോ നീയൊക്കെ? നന്നായിക്കൂടാ നിനക്കൊക്കെ. ബ്ലഡി ഫൂൾസ്. ഇതാര് പറയുന്ന കഞ്ചാവ് ഡീലറാണ് നമ്മളിതിനകത്ത്. പൗൺ ഷോപ്പ് എന്ന് പറയുമ്പോ അതാണ്ടാ ഇതിന്റെ ഫ്രണ്ട് ചെന്നിട്ടാണ് ആ ഷോപ്പ് അവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലുണ്ടെന്നല്ലേ പറഞ്ഞ. അപ്പച്ചാ പ്രായം കുറെ ആയില്ലേ? അതൊക്കെ വേണോ? നല്ലതിനാണോ? ഇന്ന് തന്നെ ആള് മിക്കവാറും തട്ടിപ്പോവും കേട്ടോ. 2 എണ്ണം അല്ലേ പറഞ്ഞതുപോലെ? 2 എണ്ണം ഉണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടറി. ഈവനുണ്ടെങ്കിൽ നാളെയും കാണാം കേട്ടാ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ചിലക്ക് ഇന്ന് തന്നെ ഓടിയാവും. The faster way to unlock new customers to give a free sample to friend of the existing customer. പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സിന്റെ ഫ്രണ്ട്സിന് സാമ്പിൾസ് കൊടുത്താൽ മതി. വേണോ കൊച്ചു വേണം. ഇവനെ പിടിക്കണം, മനസ്സിലായ? ചെൽസി കസ്റ്റമർ. അൺലോക്ക് ദ കസ്റ്റമർ ഗിവിംഗ് ദം എ ഫ്രീ സാമ്പിൾ. ചെൽസിനെ ആദ്യം കണ്ടുപിടിക്കണം. ഇവനെ കണ്ട ഓറഞ്ച് മുടി ഇവിടെ എവിടെയെങ്കിലും കാണുക, കണ്ടുപിടിക്കാം. ഇല്ല, ഒരു ഫ്രീ സാമ്പിൾ അവന്റെ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കുക. അവിടെ ഒരു പെണ്ണുമ്പിള്ളാക്കി. ഇനി ഇതാണോ? ഇല്ലല്ലോ, ഒരാണില്ലേ. ഇതായിരുന്നില്ല ആള്. എന്നി ഡോക്ടർ അല്ലേടേ? ഒരു മര്യാദയൊക്കെ ഉണ്ടേ. സംഭവം ഞാൻ ഡീലറാണെങ്കിലും നല്ല വഴിയിലൂടെ പോന്നെ കേട്ടാ. സൗണ്ട് കേട്ടില്ലേ ഉള്ളു. 1 തരാം. സാമ്പിൾ അടിച്ച് വെക്കും. മെസ്സേജ് അത് കൊണ്ടൊക്കെ വന്നു. ഓക്കെ, പുതിയൊരു കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ വണ്ടി ആരെങ്കിലും ശ്രദ്ധിച്ചോ ഗൈസ്? നമ്മളാ കുക്ക് ചെയ്ത സ്ഥലത്തുള്ള വണ്ടി
ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവൻ ഹൈസൻബർഗ് ആണോടാ ഇനി? എനിക്ക് സംശയമില്ലാതില്ല. പ്രായമായില്ല എൻ്റെ ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് നടക്കുകയും ചെയ്തു. ഓക്കെ, എവറിത്തിങ് ഗുഡ്. ഓ, രാത്രിയായി. ഓക്കെ ഗൈസ്, ഇതിന് ഇവിടെ നമുക്ക് തൽക്കാലം ഒരു 2 സോയില് വാങ്ങാല്ലേ. പർച്ചേസ്. ഓക്കെ ഓക്കെ, സെറ്റ്. ബോഡി സെർച്ചിങ് പ്രോഗ്രസ്. ബോഡി സെർച്ചോ? ഇവിടെ ആരും ഇല്ലല്ലോ ബോഡി സെർച്ച് ചെയ്യാൻ. എൻ്റെ ബോഡി സെർച്ച് ചെയ്യുന്ന പ്രായതോ? അച്ഛനെ ഇവിടെ പ്രേതം വല്ലതും ഉണ്ടോ? ഇല്ലേ? ഇല്ലീലായിട്ടൊരു സാധനം ഉണ്ടല്ലോടാ. യു ആർ ക്ലീൻ. അത് ഞാൻ ഒളിപ്പിച്ചു വെച്ചാണ് ഇപ്പൊ കണ്ടത്. ഓ, ഞാൻ ഒളിപ്പിച്ചു വെച്ചേട്ടാ സാധനം. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ഇപ്പൊ നടന്നെന്താ? ഞാൻ എന്തോ സ്പേസ് പിടിച്ച് വെക്കുമ്പോഴേ ആ സാധനം ഒളിപ്പിച്ചു വെച്ചു കേട്ടാ. ഇങ്ങനെ കണ്ടില്ലേ? ഏതോ ബുദ്ധിയില്ലാത്ത, രാത്രി കണ്ണു കാണാത്ത ഏതോ പോലീസുകാരനായിരുന്നു. ബുദ്ധിയില്ലാത്തവനൊക്കെ പോലീസിൽ ഏൽപ്പിച്ച എങ്ങനെ ഇരിക്കും? എടാ, ഇവന്മാർക്കൊന്നും ഉറക്കമില്ലടാ. ഓ, അവന്മാരെ കാണുന്നില്ലെങ്കിൽ എന്ത്? അവന്മാരുടെ കണ്ണിന്റെ കളർ കണ്ടോ? ഇങ്ങനെ കാണാം. കണ്ടാ? ബൾബ്, 2 മുട്ടൻ ബൾബ്. ബാക്കി ഇരിക്കുന്ന മുട്ടൻ ബൾബ്. ഡോക്ടർ നെൽസൺ, ഐ എം യുവർ നെൽസൺ പാക്കേജ്. ഇറ്റ്സ് ഓൾറെഡി പെയ്ഡ് ഫോർ. ഓക്കെ, പൈസയും കൊടുത്തോ? ഇതാന്ന് തോന്നുന്നു കേട്ടോ അപ്പച്ചൻ പറഞ്ഞ സാധനം. ഓക്കെ ഓക്കെ. നീ എന്തിനാണ് കിടന്ന് ശ്വാസം വിടുന്നത്? പറഞ്ഞേരം ട്രൈ ബാക്ക് ടു ദ റഞ്ച്. ഓക്കെ ഓക്കെ. എന്തോ ഒരു മരുന്നൊക്കെ തന്നു കേട്ടോ. എന്തോ വലിയതായിട്ടാണ് പ്രശ്നമാണിത് മൊത്തത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. സമയം ഇപ്പം പാതിരാത്രിയാണ്. ഒട്ടും സേഫല്ല. കാരണം എപ്പോൾ വേണേലും പോലീസ് ചെക്കിങ്ങും വരാം. നേരത്തെ കണ്ടില്ല, നേരത്തെ ഒരു വട്ടം രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യം ഇതുപോലെ രക്ഷപ്പെടണമെന്നുമില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ എണ്ണീച്ചൊക്കെ നിൽക്കാൻ പറ്റുമോ? വീൽ ചെയർ വെച്ചപ്പോൾ ഞാൻ വിളിച്ച ആള് എണ്ണീക്കാനൊന്നും പറ്റത്തില്ലെന്ന്. ഞങ്ങളെ ഓൾ ഗുഡ് ഗോഡ്. സാധനം ഇട്ടിട്ടുണ്ട്. ധൈര്യമായിട്ട് കൈവച്ചോ, ഒരു പ്രശ്നമില്ല. ഓക്കെ, നോ സോയിൽ. ആദ്യം സോയിൽ ഇടണം. ഓക്കെ, കട്ടി. യോ താഴെ പോലെ. കറക്റ്റായിട്ടിട്. ഓക്കെ, സെറ്റ്. റിമൂവ് ക്ലാക്ക്. ഓക്കെ, സൈഡ് സോയിൽ സെൻസർ. ഓക്കെ കുഴിച്ചിടാം. ഓക്കെ, ഇനി വെള്ളത്തിന് ആദ്യം നമ്മൾ എടുക്കേണ്ടത് വാട്ടർ ഫിറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ഇരുട്ടത്തിൽ നിന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒഴുക്കി നല്ലോണം അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് പതപ്പിച്ചങ്ങോട്ട് എടുത്തടേ. സെറ്റ്. ഇനി ആ ലൈറ്റ് എന്നിട്ട് ഇത്രയും വെട്ടമുള്ള സ്ഥലത്താണ് ഞാൻ ഇനി നിന്നത്. കൊള്ളാം. ഓക്കെ, കിടക്കാമല്ലേ? ഉറങ്ങിക്കോ. 7 മണിക്ക് എണ്ണിക്കാം. ഓക്കെ, സെറ്റ്. പ്ലെയർ ആണി $207 നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഓഹ്, എന്താ വേണം? റിച്ച് ബോയ് മാൻ, റിച്ച് ബോയ്. ഇവിടെ പോലീസ് നമ്മളെ തേടി ഇങ്ങെത്തിയ. വണ്ടി എടുത്ത് വിട്ടോ? അത്രേ ഉള്ളൂ. അവിടെ പോലീസിന്റെ സൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ. അവിടെ എനിക്ക് തോന്നുന്നു അപ്പൂപ്പനെ പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു. നമ്മളെന്തോ രക്ഷപ്പെട്ടു. നമ്മൾ വഴിവെട്ടി ഓടി. അപ്പൂപ്പൻ ഇനി ജീവിതകാലം മുഴുവൻ മറ്റേ ജയിലിൽ എണ്ണിയിരിക്കാം. നമ്മൾ നാട് വിട്ടെന്ന് തോന്നുന്നു കേട്ടോ വണ്ടി എടുത്തോണ്ട്. അപ്പൂപ്പനെ ഒന്നും നോക്കിയില്ല. നമ്മൾ മറ്റേ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് അപ്പൂപ്പൻ എന്തോ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ്റെ കയ്യിലാണ് കൊണ്ടു കൊടുത്തത്. പോലീസ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അപ്പൂപ്പൻ്റെ സാധനം ഉണ്ട്. അപ്പൂപ്പൻ നേരെ ജയിലിലോട്ട് വിട്ടുകയാണ്. നമ്മളെന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൂപ്പൻ്റെ കാര്യം നമ്മൾ നോക്കിയില്ല. നമ്മളെന്തായാലും സേഫായി. അത്രേ ഉള്ളൂ. യു ഓൺലി നോ വൺ വേ ടു മേക്ക് മണി, ടൈം ടു ഗെറ്റ് ടു വർക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിനി ഡീലേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് ഇല്ല, പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ സാധനമില്ല, എല്ലാം പോയി. ഒന്നും എടുത്തിട്ടില്ല. മനസ്സിലായി? നമ്മൾ ആ ചെറിയൊരു നാട്ടിൽ ചെറിയൊരു ഡീലറായിരുന്നു. ഇപ്പം നമ്മൾ പുതിയൊരു നാട്ടിൽ വന്നു. വലിയൊരു ഡീലർ ആവാനുള്ള പ്ലാനാണ്. മനസ്സിലായ? ഇതാണ് ഗെയിമിൻ്റെ പേര്, ഷെഡ്യൂൾ 1. Let's go guys. This is just a beginning.